ഹായ് ഗൈസ്, വെൽക്കം ടു മീ ആൻഡ് ടോക്സ്. നമുക്ക് ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാം. ഞാൻ ഇന്ന് ഫുഡ് ആക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയാണ് ആക്കുന്നത്, ചിക്കൻ കറിയും ചോറും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചേക്കുന്നത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ്. ബിഗ് ബാസ്ക്കറ്റിൽ 10 രൂപയ്ക്ക് സവാള, 10 രൂപയുടെ സവാള, കുഞ്ഞു സവാളയാണ് 10 രൂപ. പിന്നെ വെളുത്തുള്ളി, തക്കാളി, ചിക്കൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം മസാല പിടിപ്പിച്ച് വെക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. നമുക്ക് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഓക്കെ. സോ ഇതാണ് ചിക്കൻ. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കണം. ഈ ചിക്കൻ എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ വീട്ടിൽ വൃത്തിയാക്കിയിട്ടേ ഇല്ല. മീൻ നന്നാക്കിയിട്ടുണ്ട്, പക്ഷെ ചിക്കൻ തിന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ചെയ്യേണ്ട അവസ്ഥയാണ്. സോ ഗൈസ്, നമ്മൾ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇടണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കഴുകിയിട്ട് എന്തായാലും നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചതയ്ക്കണം. അതും ചതച്ച് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ വരാം. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല. മസാല ആണെന്ന് തോന്നുന്നു, മറന്നുപോയി. ഇടാം. മിക്സി നല്ലപോലെ മിക്സി. ഓക്കെ, നമ്മളിതോടെ ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറി വയ്ക്കാം. അതിന് മുന്നേ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, പിന്നെന്താ ഇതൊക്കെ അരിഞ്ഞ് വെക്കാം. ഓക്കെ. നമ്മളിവിടെ 3 സവാളയും ഒരു വലിയ തക്കാളിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേണ്ടിയിട്ട് സവാള സ്ലൈസ് ചെയ്യാം. ഓക്കെ. സവാള അരിയാം, അതാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി എനിക്ക് പണ്ട് കുക്കിംഗ് ഇഷ്ടമേ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഹോസ്റ്റൽ PG എടുത്തതിൻ്റെ അന്ന് മുതൽ, അതായത് സെൽഫ് കുക്കിംഗ് എടുത്ത സമയം തൊട്ട് സവാള അരിഞ്ഞ എനിക്ക് കാണുന്ന മുഖമൊക്കെ വെള്ളം വരും. സെൽഫ് കുക്കിംഗ് എടുത്ത സമയം തൊട്ട് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാര്യങ്ങൾ. ഈ ചിക്കൻ കറിയൊക്കെ ഞാൻ ഈ ഇടയ്ക്കാട്ടോ ഉണ്ടാക്കി പഠിച്ചത്. കുനാന്ന് നിൽക്കണം. കുനാന്നല്ല, തിന്നുണ്ടിരിക്കണം എന്നാണ് മമ്മി പറഞ്ഞത്. ആക്ച്വലി ഞാൻ നല്ല പതുക്കിയാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ എന്തോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ കട്ട് ചെയ്യുന്ന സവാള ഇങ്ങനെ സ്പീഡിന് കട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. ഞാൻ പഠിക്കുന്നു എന്നെൻ്റെ വീഡിയോസ്. ഞാനൊന്ന് അരിഞ്ഞിട്ട് വരാം. ഓക്കെ.
സവാള അരിഞ്ഞാൽ ഇതാണ് പ്രശ്നം. കഴിച്ചു ഗൈസ്, സവാള കഴിച്ചു. കണ്ണൊക്കെ ചുമന്നു. അതിസാഹസമായി നമ്മൾ സവാള ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റാം. കിച്ചണിലേക്ക് ഞങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ, അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വെച്ചിടത്തേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല, അതിനവിടെ വെളിച്ചില്ല, കുറച്ച് ഇരുട്ടാം. അപ്പോൾ ഞാൻ വഴറ്റിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സവാള വഴറ്റി ഞാൻ വരാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സവാള നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സവാള വേണ്ടിയിരിക്കും തോന്നുന്നു, ബട്ട് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ഇളക്കാം. പിന്നെ തക്കാളിയും കൂടി ഇടാം. ഈ സമയം തന്നെ തക്കാളിയും കൂടി ഇടാം. തക്കാളിയും ഇട്ട് നല്ലപോലെ വഴറ്റി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി തക്കാളിയും വഴറ്റിയെടുത്തിട്ട് ഞാൻ വരാം. സോ നമ്മളിവിടെ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം. ഇതിൽ ചിക്കൻ മസാല, ഗരം മസാല, പിന്നെന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മസാല കുറച്ച്, അതായത് കുറച്ച് എരിവ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ മസാല ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഇനി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് ഇളക്കണം. വഴറ്റിയതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിലേക്ക് ചിക്കൻ എടുത്തിടാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരമായിട്ട് വെച്ചേക്കുന്നില്ല, ആ ചിക്കൻ എടുത്തിടാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ നേരം മുന്നേ മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ ഇതിലേക്ക് ഇടാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് തിരിച്ച് അടുപ്പിൽ വയ്ക്കാം, ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം. ഇത് വെള്ളം ഒഴിക്കണ്ട, ഇതിൽ നിന്ന് അങ്ങനെ വെള്ളം ഇറങ്ങി ഇത് വെന്തോളും. ഓക്കെ, നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വരാം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്, കാണണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ആക്ച്വലി ഇന്ന് ചോറിന് ഇന്നലത്തെ മോര് കാച്ചിയതും പിന്നെ ഞാൻ സവാള സുർക്കയിലിട്ടതും വിനാഗിരിയിലിട്ടതും ചിക്കൻ കറിയാണ്. ഞാൻ എടുത്തിട്ട് വരാം. ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ലഞ്ചല്ല, ആക്ച്വലി ബ്രഞ്ചാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ചൂടാണ്. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.